സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലേക്ക് സ്വാഗതം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായർ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമുക്ക് ശ്രവിക്കാം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബറയ്ക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഗബ്രിയേൽ ദൂതൻ്റെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പാണ്. സുവിശേഷത്തിൽ ഇത് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിനെ തുടർന്നാണ് വരുന്നത്. ഇതുവഴി യേശുവിൻ്റെ ജനനത്തിനായി എത്രമാത്രം വിപുലമായ ഒരുക്കങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട് എന്ന് ആഖ്യാനത്തിൻ്റെ ഘടനയിലൂടെ ലൂക്കോസ് വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതോടൊപ്പം മിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള 3 ദർശനങ്ങളും 3 പ്രവചനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യം മുതൽ 2-ാം അധ്യായം 40-ാം വാക്യം വരെയുള്ള ഭാഗത്താണ്, അല്ലെങ്കിൽ മിശിഹായുടെ യുഗത്തിൻ്റെ ആരംഭത്തെ അറിയിക്കുന്ന ഭാഗത്താണ് ഈ സംഭവം നാം വായിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ക്രമീകരിക്കുന്നതിലൂടെ ഏറെക്കാലമായി കാത്തിരുന്ന മിശിഹായാണ് യേശുവെന്ന് ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഭാഗത്തിൻ്റെ ഘടന ഇപ്രകാരമാണ്. 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അറിയിപ്പിനുള്ള പ്രാഥമിക ക്രമീകരണം അവതരിപ്പിക്കുന്നു. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ മാലാഖയുടെ സന്ദർശനത്തെപ്പറ്റി വിവരിക്കുന്നു. 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ മാലാഖയുടെ അറിയിപ്പ് എന്താണെന്ന് വിവരിക്കുന്നു. 34-ാം വാക്യം മറിയത്തിൻ്റെ ചോദ്യം. 35-ാം വാക്യം മാലാഖയുടെ ഉത്തരം. 36 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ മറിയത്തിൻ്റെ സംശയത്തിനെ അത് മാറ്റുന്നതിന് വേണ്ടി സ്ഥിരീകരിക്കുന്ന ഒരു അടയാളം നൽകുന്നു. 38-ാം വാക്യത്തിൽ മറിയത്തിൻ്റെ വിധേയത്വവും സമർപ്പണവും അവളുടെ പ്രത്യുത്തരവും കാണിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 33 വരെയുള്ള യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മറിയത്തോടുള്ള ഗബ്രിയേൽ ദൂതൻ്റെ പ്രഖ്യാപനം പഴയ നിയമത്തിലെ അത്തരം അറിയിപ്പുകളുടെ അല്ലെങ്കിൽ അനൻസിയേഷൻ നാരറ്റീവ്സിൻ്റെ മാതൃകയിലാണ്. ഹാഗാറിനോടുള്ള അറിയിപ്പിനും ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, അബ്രഹാമിനുള്ള അറിയിപ്പിനും ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾക്കും ഈ വേദഭാഗത്തുള്ള അറിയിപ്പിനോടുള്ള സാമ്യം ശ്രദ്ധേയമാണ്. ഈ അറിയിപ്പുകളിൽ ഒന്നാമതായി ഒരു കുഞ്ഞ് ജനിക്കുമെന്ന പ്രവചനം, ബർത്ത് പ്രോഫസി ഉപയോഗിച്ചുകൊണ്ട് ഗർഭധാരണം, ജനനം, പേരിടീൽ എന്നിവ അറിയിക്കുന്നു. രണ്ടാമതായി ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പ്രാധാന്യം വ്യക്തമാക്കപ്പെടുന്നു. ഉദാഹരണത്തിന്
ന്യായാധിപന്മാർ 13-ാം അധ്യായം 3-ാം വാക്യം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഈ വേദഭാഗം മറിയത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ള വിവരണം കൂടിയാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പഴയ നിയമത്തിലെ ചില വ്യക്തികളെ ഒരു പ്രത്യേക ദൗത്യത്തിനായി ദൈവം വിളിച്ചതിൻ്റെ വിവരണങ്ങൾക്ക് സമാനമായാണ് വൊക്കേഷൻ എപ്പിസോഡ്സ് ഈ ഭാഗത്തിൻ്റെ 2-ാം ഭാഗം. മോശയുടെ വിളി നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നു. ജെറമിയ പ്രവാചകൻ്റെ വിളി ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതുപോലെ തന്നെ ഹെസക്കിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3 മുതൽ 8 മുതൽ വരെയുള്ള വാക്യങ്ങളിലുമെല്ലാം ഇതിന് സമാനമായ നാരറ്റീവ്സ് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദാനങ്ങളെ യേശുവിനോടും മറിയത്തോടും ബന്ധിപ്പിക്കുന്നതിനാണ് ലൂക്കോസ് ഈ 2 സാഹിത്യ ശൈലികൾ, അനൗൺസിയേഷൻ നാരറ്റീവ് ആൻഡ് കോൾ ഓർ വൊക്കേഷൻ നാരറ്റീവ്, ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ മറിയത്തിലും അവളുടെ മകനായ യേശുവിലും എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാകുന്നുവെന്നും യേശു വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ ആണെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ യഹൂദർ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണെന്നും ഈ വേദഭാഗത്തിലൂടെ ലൂക്കോസ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ അടിച്ചമർത്തലിൽ നിന്നുള്ള ഒരു വിമോചനം മാത്രമായിരുന്നു യഹൂദർ മിശിഹായിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനേക്കാൾ വലുതായിരുന്നു മിശിഹ നൽകിയ വിമോചനം, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിനെക്കുറിച്ചുള്ള ഈ വിവരണം കാണിക്കുന്നത് മറിയത്തിൻ്റെ വിളിയുടെ ഭാഗമായ ആത്മീയ യാത്രയിൽ, മിസ്റ്റിക്കൽ ജേർണി, യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സമാനമായ കാര്യങ്ങളും സംഭവിക്കുന്നു എന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ദൈവം തന്നെ യേശുവിൻ്റെ പിതാവായി തന്നെ വെളിപ്പെടുത്തുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനാകുന്നു. ലൂക്കോസ് 3:22. സ്വർഗത്തിൽ നിന്നുള്ള ഈ അഭിസംബോധന മാലാഖയുടെ മറിയത്തോടുള്ള അഭിസംബോധനയുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. ദൈവകൃപ നിറഞ്ഞവളെ സന്തോഷിക്കൂ, കർത്താവ് നിന്നോടുകൂടെ. തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രിയിൽ യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ലൂക്കോസ് 22-ാം അധ്യായം 42-ാം വാക്യം. ഈ സമർപ്പണം ലൂക്കോസിൻ്റെ 1-ാം അധ്യായം 38-ാം വാക്യത്തിലെ മറിയത്തിൻ്റെ സമർപ്പണത്തിന് തുല്യമാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവകൃപയുടെ സന്ദേശത്തോടെ, രക്ഷയുടെ വാഗ്ദാനത്തോട് മറിയം പ്രതികരിക്കുന്ന വിധം വളരെ അനുകരണീയമാണെന്ന് 38-ാം വാക്യം വിവരിക്കുന്നു. ദൈവവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വ്യക്തിത്വം മറിയത്തിന് ലഭിക്കുന്നുവെന്ന് ഈ വാക്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അവൾ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമർപ്പിക്കുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഹന്ന ഉപയോഗിച്ച പഴയ നിയമ പദമായ ദൂലെ, അതായത് അടിമ വേലക്കാരി, ബോണ്ട് സെർവൻറ്റ് എന്നാണ് മറിയം സ്വയം അഭിസംബോധന ചെയ്യുന്നത്. കർത്താവിൻ്റെ ദാസി എന്ന നിലയിൽ മറിയം ദൈവത്തിന് സമ്പൂർണ്ണ വിധേയത്വം ഇങ്ങനെ വാഗ്ദാനം ചെയ്തു. ഇത് അവളുടെ സ്വതന്ത്രമായ തീരുമാനം കൂടിയാണ്. അതിനാൽ മാതാവിൻ്റെ ഈ സമ്മതം അവളുടെ വിശ്വാസത്തിൻ്റെ നേർസാക്ഷ്യം ആകുന്നു. ഇത് എലിസബത്ത് പിന്നീട് 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ സ്ഥിരീകരിക്കുന്നുമുണ്ട്. 29-ാം വാക്യത്തിലെ കായിറെ എന്ന പ്രയോഗം അക്കാലത്ത് വളരെ സാധാരണമായ ഒരു ആശംസയാണ്. എന്നിരുന്നാലും പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനത്തിൽ സെപ്റ്റുജിന്ത് സന്തോഷിക്കുക, ആഹ്ലാദിക്കുക എന്നർത്ഥത്തിലും മിശിഹ കൊണ്ടുവരുന്ന സന്തോഷം അറിയിക്കുവാനും സെഫാനിയ 3:14, ജോയൽ 2:21, സഖറിയ 9:9 എന്നീ വേദഭാഗങ്ങളിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാലാഖയുടെ സദ്വാർത്തയുടെ പശ്ചാത്തലത്തിൽ സന്തോഷത്തിൻ്റെ ഈ ഭാവം സ്വാഭാവികമായും ഈ വാക്ക് പ്രതിധ്വനിക്കുന്നു. മറ്റ് സുവിശേഷകർ ഈ പദം ഉപയോഗിക്കുന്നത് അഭിവാദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണെന്നതും ശ്രദ്ധേയമാണ്. യൂദാസ് ഈ വിളിയാൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 49-ാം വാക്യം. പട്ടാളക്കാർ മുൾക്കിരീടമണിഞ്ഞ യേശുവിനെ ഈ രീതിയിൽ അഭിവാദ്യം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 29-ാം വാക്യം. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ
ഈ പദം ഈ അർത്ഥത്തിലല്ല, പിന്നെയോ ആദ്യാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഗബ്രിയേൽ ദൂതൻ പ്രശംസയുടെയോ അംഗീകാരത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ ഭാവത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചപ്പോൾ മറിയത്തിൻ്റെ രാജകീയ പദവിയോടുള്ള അവൻ്റെ അംഗീകാരത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കായി ഇത് മാറുന്നു. ദാവീദിൻ്റെ പുത്രനായ യേശു ദാവീദിൻ്റെ രാജവംശത്തിലെ രാജാവായതിനാൽ മറിയം രാജ്ഞിയും രാജമാതാവും ആയിത്തീരുന്നു. കൂടാതെ മറിയം ദൈവപുത്രൻ്റെ അമ്മയാണ്, അവതാരം ചെയ്ത വചനത്തിൻ്റെ അമ്മയാണ്. അവളുടെ സ്ഥാനം സ്വർഗീയ ശ്രേണിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനാൽ മറിയം രാജ്ഞിയും ഇസ്രായേലിൻ്റെയും സഭയുടെയും സ്വർഗത്തിൻ്റെയും മാതാവുമാണ്. ഇതിന് അനുയോജ്യമായ വേദഭാഗം സെഫാനിയായുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 17 വരെ നമുക്ക് കാണാവുന്നതാണ്. ഈ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാലാഖയുടെ അഭിവാദനം ഇങ്ങനെ വിവർത്തനം ചെയ്യാവുന്നതാണ്: കൃപയാൽ നിറഞ്ഞിരിക്കുന്നവൾക്ക് ആഹ്ലാദവന്ദനം, എന്നെ ഭയപ്പെടരുത്, കാരണം നീ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ രീതിയിലുള്ള അഭിവാദനത്തോടെ ഗബ്രിയേൽ മറിയത്തെ തൻ്റെ മേലധികാരിയായി അംഗീകരിക്കുന്നു എന്നാണ് ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നത്. 29-ാം വാക്യത്തിൽ ഗബ്രിയേൽ മാലാഖയുടെ അഭിവാദനം കേൾക്കുമ്പോൾ മറിയം അസ്വസ്ഥയാകുകയും എന്താണ് ഈ ആശംസയുടെ അർത്ഥം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നു. ഇതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. ദൂതൻ അവളെ അഭിവാദ്യം ചെയ്യുന്ന വാക്കുകൾ പഴയ നിയമത്തിലെ 2 ശക്തരായ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിസേറയെ കൊല്ലുന്ന ഹേബറിൻ്റെ ഭാര്യ ജായേൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. അതുപോലെ ഹോളോഫർണസിനെ കൊല്ലുന്ന യൂദിത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവർ 2 പേരും ദൈവകൃപ നിറഞ്ഞവർ ആണെന്നും കർത്താവ് അവരോടൊപ്പം ഉണ്ടെന്നും അവർ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആണെന്നും പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ബുദ്ധിയും സൗമ്യതയും പഴയ നിയമ ചരിത്രവും അറിയാവുന്ന മറിയത്തെ പോലെയുള്ള ഏതൊരു കന്യകയും എന്താണ് തനിക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക ദൗത്യം എന്ന് ആകുലപ്പെടുവാൻ ഇങ്ങനെയുള്ള അഭിവാദ്യം സ്വാഭാവികമായും ഇടയാക്കും. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 32 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ കേന്ദ്ര ഭാഗമാണ്. കാരണം അവ ആരുടെ ജനനം അറിയിക്കുന്നുവോ ആ വ്യക്തിയുടെ യേശുവിൻ്റെ പ്രാധാന്യത്തെയും ദൗത്യത്തെയും കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉൾക്കൊള്ളുന്നു. 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ മാലാഖ മറിയത്തോട് അവൾക്ക് ഒരു പുത്രനുണ്ടാകുമെന്ന് പറയുന്നു. അവനൊരു സാധാരണ മകൻ ആയിരിക്കുകയില്ലെന്ന് ലൂക്കോസിന്റെ വിവരണം സൂചിപ്പിക്കുന്നു. ഇവിടെ ലൂക്കോസ് യെശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം ഉദ്ധരിക്കുന്നു. എന്നാൽ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന വാക്കിന് പകരം യേശു, കർത്താവ് രക്ഷകനാണ് എന്നാക്കി ലൂക്കോസ് മാറ്റുന്നു. വീണ്ടും ദൂതൻ മിശിഹായായ യേശുവിൻ്റെ പ്രത്യേകതകൾ 33-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അവിടെ ദൂതൻ അത് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മിശിഹായുടെ രാജ്യത്വം ശാശ്വതമാണെന്ന് ലൂക്കോസ് ഉറപ്പിച്ചു പറയുന്നു. ഈ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിനെക്കുറിച്ചുള്ള ഈ ബൈബിൾ ഭാഗം ഉയർപ്പിന് ശേഷമുള്ള ക്രിസ്തു അനുഭവത്തിൻ്റെയും ക്രിസ്തു ദർശനത്തിൻ്റെയും ഏറ്റുപറച്ചിൽ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെ യേശു ദൈവപുത്രനാണ്, യേശു രാജാവായി ഉയർത്തപ്പെട്ട മിശിഹായാണ്, പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ്. യേശു എന്ന ആദിമസഭയുടെ വിശ്വാസ പ്രഘോഷണം ഇവിടെ അന്തർലീനമാണെന്നും പറയാം. ബൈബിൾ ഭാഗത്തിൻ്റെയും വായനക്കാരൻ്റെയും ദ്വിമുഖ പശ്ചാത്തലത്തിൽ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആദിമസഭ അതിൻ്റെ വിശ്വാസം എങ്ങനെ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വേദഭാഗം നമ്മെ സഹായിക്കുന്നു. യേശു ആരാണെന്ന് വായനക്കാരിലേക്ക് എത്തിക്കാൻ വളരെ നാടകീയമായ രീതിയിലാണ് ലൂക്കോസ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് രചിച്ചിട്ടുള്ളത്. ഇത് രക്ഷാകര പദ്ധതിയിൽ ഒരു പ്രത്യേക പങ്ക് വഹിക്കുവാൻ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തുവെന്നും വെളിപ്പെടുത്തുന്നു. ദൈവപരിപാലനയിൽ മറിയം എന്ന ഒരു സാധാരണ സ്ത്രീ ദൈവവചനത്തിൻ്റെ ഈ വിളി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവവചനം മനുഷ്യത്വത്തിന് തന്നെ സ്വയം സമർപ്പിച്ചു.
നശ്വരമായ ശരീരം സ്വീകരിക്കുകയും മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ സ്വയം ബലിയായി അർപ്പിക്കുകയും ചെയ്യുന്നു. ലൂക്കോസ് വിവരിക്കുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, സ്പർശിക്കുന്ന ചോദ്യങ്ങൾ ഏവയൊക്കെയാണെന്ന് നാം തിരിച്ചറിയണം. ശിഥിലവും അവ്യക്തവുമായ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഒരുമിച്ച് നിലനിർത്തുന്നത് എന്താണെന്ന് നമ്മൾ ചോദിക്കണം. ഗലീലയിലെയും ജെറുസലേമിലെയും ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിച്ച മറിയത്തിൻ്റെ ആ പുത്രനിൽ ഗബ്രിയേൽ മാലാഖ അറിയിച്ച അത്യുന്നതൻ്റെ ആ ജനനത്തിൽ ആണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എന്ന് നാം കണ്ടെത്തുമ്പോഴാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഈ ഭാഗത്തിൻ്റെ യഥാർത്ഥ സന്ദേശം നാം തിരിച്ചറിയുന്നത്. അതിനാൽ ഒന്നാമതായി മറിയത്തെ പോലെ നമുക്കും കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതരാകാനുള്ള അവസരമുണ്ടെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതി നമ്മുടെ ഈ ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തെയും ബാധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. കർത്താവിൻ്റെ പദ്ധതി അതിശയകരവും അതേസമയം അസ്വസ്ഥതപ്പെടുത്തുന്നതുമാണ്. എന്നാൽ അവൻ്റെ വാഗ്ദാനങ്ങൾ മാറ്റമില്ലാത്തവയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ശക്തമാണ്. ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാകുക എന്നത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെയും ചിന്തകളെയും തകിടം മറിച്ചേക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മെ അസ്വസ്ഥരും നിരാശരുമാക്കി അത് മാറ്റി തീർക്കാം. എന്നാൽ അവൻ്റെ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ധന്യമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും നമ്മുടെ നിത്യജീവിതത്തിനായുള്ള അവൻ്റെ വചനവും മനസ്സിലാക്കാം. അവൻ്റെ വചനം ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുവാൻ അവന് അധികാരവും ശക്തിയുമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം കർത്താവിൻ്റെ പ്രീതി അവൻ്റെ കരങ്ങളിലാണ്, നമ്മുടെ കൈകളിലല്ല. മറിയത്തെ പോലെ നമുക്കും അവൻ്റെ പ്രീതിക്കായി സ്വയം സമർപ്പിക്കാം. അവളെപ്പോലെ നമുക്കും പറയാം, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. രണ്ടാമതായി, ദൈവം നമ്മോട് കൂടെയായിരിക്കുന്നതും നമ്മിലേക്ക് ഇന്നും വരുന്നതും അവൻ്റെ വചനത്തിലൂടെയും വിശുദ്ധ കൂദാശകൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്നതിലൂടെയാണ്. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം. മറിയത്തെ പോലെ ഈ ദാനം നമുക്കും സന്തോഷത്തോടെ സ്വീകരിക്കാം. നമ്മൾ എപ്പോഴും ഇതിന് മൂല്യം കാണണമെന്നില്ല. നിരാശയും തോന്നിയേക്കാം. ചിലപ്പോൾ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും വചനപ്രഘോഷണവും നമുക്ക് തീർത്തും വിരസമായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും മികച്ചതും വിലപ്പെട്ടതുമായ സമ്മാനം യേശുക്രിസ്തു തന്നെ പരിശുദ്ധാത്മാവിലൂടെയും വചനത്തിലൂടെയും കൂദാശയിലൂടെയും നമ്മിലേക്ക് വരുന്നു, നമുക്കായി നൽകപ്പെടുന്നു എന്ന് ഇവിടെ നാം മറക്കാതിരിക്കുക. ഈ സ്വർഗീയ സമ്മാനത്തിൻ്റെ മൂല്യം നമുക്ക് തിരിച്ചറിയാം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന എല്ലാം അവൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ നല്ല ദാനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം അത് കണ്ടെത്തും. അത് നമ്മെ ആശ്ചര്യപ്പെടുത്തിയാലും, നമ്മുടെ പദ്ധതികൾ പാളിപ്പോയാലും, ജീവിതാനുഭവങ്ങൾ നമ്മെ നിരാശപ്പെടുത്തിയാലും, ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിപരമായി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവകൃപ നിറഞ്ഞവരാകുന്നു, അനുഗ്രഹിക്കപ്പെട്ടവരും ആകുന്നു. യൽദാ പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ വേദഭാഗം നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.